രാത്രി നിനക്ക് ചോറ് കിട്ടില്ലേ കിങ്ങിണി? ഇന്നലെ രാത്രി കിങ്ങിണിക്ക് ചോറ് കൊടുത്തില്ലേ അമ്മേ? ആ, ഞാൻ മറന്നുപോയി. തത്തയ്ക്ക് ഒരു നേരം ആഹാരം കൊടുത്തില്ലെന്ന് വെച്ച് ചത്തുപോത്തൊന്നുമില്ല. ഒന്ന് നീട്ടി. ഒരു കാര്യമില്ലെങ്കിലും പാതിരി അവനെ ഉറക്കുകയും പിന്നെ എങ്ങനെ ആരോഗ്യം കാണുന്നു? വെറുതെ അല്ല, ഇന്നലെ എഴുതി 4 വരി കൂടി കേൾക്കണോ? നേരം വെളുത്തില്ല. ഇന്നലെ രാത്രി നിനക്ക് വിശന്നോ കിങ്ങിണി? ഞാൻ കുറച്ച് നേരത്തെ ഉറങ്ങിപ്പോയി. രാവിലെ അമ്മയുടെ ദേഷ്യം കിട്ടോ കിങ്ങിണി? ഇനി നന്ദനിക്കുട്ടി കുളിക്കാൻ പോട്ടെ. നീ ഇങ്ങനെയെന്താ വീട്ടിൽ വരാഞ്ഞത്? വീട്ടിൽ ഞാനും ചേട്ടൻ എന്തുമാത്രം കാത്തിരുന്നെന്നറിയാമോ? ഇന്നലെ അച്ഛൻ ഒരുപാട് പാർട്ടി എഴുതി കൊടുക്കേണ്ടി വന്നു. സമയം കിട്ടിയില്ല. അതെ, ഞാൻ പറഞ്ഞ പുസ്തകം നീ വാങ്ങിയോ? അന്വേഷിക്കാൻ ഇനി വേറെ സ്ഥലമൊന്നുമില്ല. ഇയാൾ എഴുതുന്നത് ഇത്ര രസമാണോ? ഒറ്റ പുസ്തകാളിൽ ഈ പഹ്യന്റെ പുസ്തകമില്ല. ഒരു പക്ഷേ അടുത്ത ആഴ്ച വന്നേക്കുമെന്നാ പറഞ്ഞത്. ലത ഇന്ന് വൈകിട്ട് വരുമോ? അയ്യോ, ഇന്നിനി വരാനൊക്കത്തില്ല. ചേട്ടന് ഞാൻ വൈകുന്നേരം ചക്കവിലുണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പച്ചയോട് പറഞ്ഞാൽ മതി നാളെ വരുമെന്ന്. അയ്യോ, സമയം ഒരുപാടായി. അക്കമമിസിന്റെ ക്ലാസ്സാ. താമസിച്ച് എന്നാൽ പൂതന ചാടും. പോട്ടെ. അമ്മാവനില്ലേ എന്നൊരു കുട്ടി? ഇല്ല. അമ്മായിയോ? അവർ രണ്ടുപേരും കൂടെ വൈക്കത്തൊരു കല്യാണത്തിന് പോയിരിക്കുക. നന്ദിനിക്കുട്ടി എന്താ എന്നോട് ഇരിക്കാൻ പറയാത്തത്? ഇരിക്കോ? ഇവിടെയോ? ശരി. നന്ദിനിക്കുട്ടി എന്താ ഇന്നലെ അമ്പലത്തിൽ കണ്ടപ്പോ എന്നെ മൈൻഡ് ചെയ്യായിരുന്നത്? ഞാൻ ഇന്നലെ വൈകുന്നേരം 30 പൈസയുടെ ബ്ലേഡ് വാങ്ങി ഷേവ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് അമ്പലത്തിൽ വന്നത് ദൈവത്തിനെ കാണാനൊന്നുമല്ല. അല്ലേലും പുള്ളിക്കാരനിൽ പണ്ടേ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നന്ദിനിക്കുട്ടിയെ ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കാമല്ലോ എന്ന് കരുതിയാണ്. നന്ദിനിക്കുട്ടി ലേശം പോലും മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ വാസ്തവത്തിൽ എനിക്ക് വിഷമം തോന്നി കേട്ടോ. ഞാൻ അടുക്കളയിലേക്ക് പോവാ. എന്തൊക്കെയാണ് നന്ദിനിക്കുട്ടി കറികൾ? എനിക്കറിയില്ല, അമ്മയാ വെച്ചത്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് അവിയൽ വെച്ചില്ലേ?
നന്ദിനിക്കുട്ടി ഇപ്പോഴും എന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. നന്ദിനിക്കുട്ടി എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? ഞാൻ വന്ന എന്തിനാണെന്ന് ചോദിച്ചൂടെ? എന്തിനാ? നന്ദിനിക്കുട്ടിക്ക് സ്വപ്നങ്ങൾ തരാൻ. ഇതെവിടുന്ന് കിട്ടി? പുസ്തകക്കടയിൽ നിന്ന്. ഇതിന്റെ വില ഞാൻ തരാം. വിലയേക്കാൾ 10 പൈസയെങ്കിലും കൂട്ടിത്തരണം, എങ്കിലല്ലേ ലാഭമുള്ളൂ. നന്ദിനിക്കുട്ടിക്ക് ഈ പുസ്തകം ആവശ്യമുണ്ടെന്നറിയും, അതുകൊണ്ട് വാങ്ങി. നന്ദിനിക്കുട്ടിക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം നേടിത്തരിക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഇതെന്നല്ല എന്ത്. നന്ദിനിക്കുട്ടി, അച്ഛൻ വന്നു. ആ താനെപ്പോ വന്നു? അമ്പലത്തിൽ വന്നതാ. അപ്പൊ കരുതി ഇങ്ങോട്ടൊന്ന് കേറാമെന്ന്. മോഹൻ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഞങ്ങള് ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരിക. നന്ദിനിക്കുട്ടി പറഞ്ഞു. നന്ദിനിക്കുട്ടി, ഇന്നാ ഇത് ജാതി തയ്യ ഒന്ന് വെള്ളത്തിട്ട് വെക്ക്. നാളെ അടുക്കളയുടെ പടിഞ്ഞാറ് വെച്ച് നടാം. മോഹൻ ഇനി ഉണ്ടിട്ട് പോയാ പോരെ? വേണ്ടമ്മായി, ഞാൻ അടുക്കളയൊക്കെ കയറി നോക്കി. ഇന്ന് അവിയലില്ല. അവിയലില്ല ഉണ്ണാൻ എനിക്ക് വിഷമോ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇന്നത്തെ കല്യാണ സദ്യക്ക് വിളമ്പിയ അവിയല് ബഹു വിശേഷമായിരുന്നു. ആ ചോറിന് മാത്രം സ്വല്പം വേവ് കുറവായിരുന്നു. അല്ലേടി? അതാ അതിന്റെ പാകം. മോഹൻ ചായ കുടിച്ചോ? ഒന്നും വേണ്ടമ്മായി, ഞാൻ ഇറങ്ങുക. ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി. നിക്കണോ? താൻ ഇത്ര ധൃതി പിടിച്ചു പോയിട്ട് എന്ത് ചെയ്യാൻ പോവുക? തന്റെ ലീവ് എന്ന് വരെയുണ്ട്? 2 മാസത്തോളം ഉണ്ട്. പിന്നെ കവിത വായിക്കാറുണ്ടോ? ഉണ്ട്. അമ്മാവൻ എഴുതിയ 3 കവിതാ സമാഹാരങ്ങളും ഞാൻ വായിച്ചു തീർത്തു. വലിയ വിലയാണ് അമ്മാവ ഇതെല്ലാം വാങ്ങിക്കാൻ. 4ാമതൊരെണ്ണം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അതിൽ ഓർമ്മയുള്ളത് ചൊല്ലിക്കേൾപ്പിക്കാം. കാലം കാലടി വച്ചു വേഗമകലും നേരത്തും ഈ രഥ്യതൻ ഓരത്തോമനമോഹകന്യകളുമായി മേളിച്ചുമേവുന്നു ഞാൻ. പതിവില്ലാതെ ലീവ് കൂടുതൽ എടുത്തുകൊണ്ടാണ് ഇത്തവണ ചേട്ടൻ വന്നിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. നീ എന്നോടെങ്കിലും സത്യം പറ. നിനക്ക് മോഹൻ ചേട്ടൻ ഇഷ്ടമല്ലേ? എടി, നീ മനസ്സിലുള്ളത് പറ. ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടമാണ്. പിന്നെന്താ? പക്ഷേ എന്താ പക്ഷേ? ഞാൻ നിന്നോട് സത്യം പറയാം. പക്ഷേ കളിയാക്കരുത്. ഇല്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സാഹിത്യകാരനെ വിവാഹം കഴിക്കാനാണ്. നിനക്ക് ഭ്രാന്താണോ കുട്ടു? നീ ഇവരൊക്കെ പറ്റി എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? എഴുത്തും പ്രശസ്തിയൊക്കെ ഉള്ളൂ, എല്ലാം പട്ടിണിയാ. നിനക്ക് 3 നേരം ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമില്ലേ? എനിക്ക് എന്തു തന്നെ വന്നാലും അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് എനിക്കിഷ്ടം. ഒരു എഴുത്തുകാരന്റെ കൂടെ താമസിക്കുക എന്നാൽ എന്ത് രസമാണെന്ന് നിനക്കറിയാമോ? അദ്ദേഹം ഓരോ കഥകൾ എഴുതുമ്പോഴും ഉറക്കം വിളിച്ച് കൂടെയിരിക്കാൻ, കഥ ചർച്ച ചെയ്യാൻ, കഥയുടെ പകർപ്പെഴുതി കൊടുക്കാൻ. നിനക്ക് ഹിസ്റ്ററിയ ലതേ, ഞാൻ പറഞ്ഞ ആരോടും പറയരുത് കേട്ടോ. ഞാനെന്റെ ചേട്ടനോട് പറയും. എന്റെ ചേട്ടനെ വെള്ളം കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. വാ, നമുക്ക് പോകാം. ദൂരയായിരുന്നില്ലേ നീ അന്നും എൻ മൗനത്തിൻ നോവിന്റെ കിളുന്തുകൾ വിരിയാൻ തുടങ്ങവേ. ശരി, ശരി, ശരി. എന്തിനാ വിളിച്ചത്? കിട്ടി. കിട്ടിയോ? എന്തോന്ന് കിട്ടി? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവസാനത്തെ വരെ കിട്ടിയില്ലെന്ന്. അത് കിട്ടി. കേക്കണം. ദൂരയായിരുന്നില്ലേ നീ അന്നും എൻ മൗനത്തിൻ നോവിന്റെ കിളുന്നുകൾ വിരിയാൻ തുടങ്ങവേ, നടപ്പന്തലിരിക്കവേ. എന്താ, കൊള്ളാമോ? ഓ, വളരെ നന്നായിരിക്കുന്നു. ഒന്ന് എണീറ്റ് വരാമോ? ഊണ് വിളമ്പി വെച്ചിരിക്കുന്നു. നന്ദിനി ഉണ്ടോ? അവക്കിന്ന് തിങ്കളാഴ്ചയല്ലേ? ഓ, വന്നാട്ടെ. നടപ്പന്തലിരിക്കവേ. അല്ല, ഞാൻ അറിയാൻ മേലെ ചോദിക്കുക. എന്തോ ഭാവം? ഇപ്പോഴത്തെ ഭാവമാണ് അറിയേണ്ടത്. അത്താഴം ഉണ്ടാകുന്ന ഭാവം. ഞാൻ അതല്ല ചോദിച്ചത്. അച്ഛൻ 24 മണിക്കൂർ നേരവും കവിത എഴുത്തും മോക്ക് 48 മണിക്കൂർ നേരവും പുസ്തക വായന ആയാൽ എന്താ സ്ഥിതി? എന്താ സ്ഥിതി എന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി. ആ സാമ്പാർ കുറച്ചും കൂടി കൊണ്ടെടുക്കും. ആ പപ്പടവും. അല്ല, അവക്ക് വയസ്സ് എത്രയെന്നറിയാമോ? അത് എന്നെക്കാൾ കൂടുതൽ അറിയാവുന്നത് നിനക്കല്ലേ? 18 കഴിഞ്ഞു.
ഇനിയെങ്കിലും എന്തെങ്കിലും തീരുമാനിക്കണ്ടേ? എന്ത് തീരുമാനിക്കാൻ? അവൾക്ക് വയസ്സ് 18 ആയുള്ളൂ. അവൾ വല്ല 4 അക്ഷരം കൂടുതൽ പഠിച്ചുകൊണ്ട് വല്ല തകരാറുണ്ടോ? പഠിപ്പിച്ച് കളക്ടറാക്കാനാണോ ഭാവം? അവൾക്ക് ആയാലെന്താടി? ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എന്താ ആവാൻ പാടില്ലാത്തത്? അച്ഛന്റെ ഈ വാത്സല്യം കാരണമേ മോ കൈ വാർക്കാൻ പോലും അറിയില്ല. ഒരുത്തന്റെ കൂടെ പൊറുക്കാൻ പോകുമ്പോ അറിയും. അവക്ക് അരി വാർക്കാൻ അറിയാൻ മേലെങ്കിലേ അരി വാർക്കാൻ അറിയാവുന്ന 1000 വേലക്കാരെ കിട്ടും കാശ് കൊടുത്താൽ. നീ വെറുതെ എന്റെ മോളെ അങ്ങ് അപകീർത്തിപ്പെടുത്താതെ എന്റെ ശാരി. ഞാനൊരു കാര്യം പറയാന്ന് വിചാരിച്ചാ ഇത്രയും പറഞ്ഞത്. ഇത് ആമുഖമായിരുന്നോ? അപ്പൊ എന്താ കാര്യം? മോഹനൻ ദേവി വന്നിട്ടുണ്ടല്ലോ. ഉവ്വ്. അവൻ അവളുടെ മുറച്ചെറുക്കനാണല്ലോ. ആണ്. എല്ലാവർക്കും സമ്മതമുള്ള ബന്ധുവാണല്ലോ. അതെ. അവൻ ഇത്തവണ ലീവ് കുറച്ച് അധികം ഉണ്ടെന്ന് കേട്ടു. ഉം. അങ്ങനാണെങ്കിലേ പോകുന്നതിന് മുമ്പ് അവന് നടത്തിയാലെന്താ? നടത്തിക്കളെ. എത്ര നിസ്സാരമായിട്ടങ്ങ് പറഞ്ഞു. നമ്മൾ നടത്തിയാ മതിയോ? പെണ്ണ് സമ്മതിക്കണ്ടേ? എന്താ കാര്യം? ഞാൻ ഇന്ന് അവളോട് സംസാരിച്ചു. ആ. അവൾക്ക് കല്യാണം ഇപ്പോഴെങ്ങും വേണ്ടെന്ന്. എന്റെ ശാരി, നീ ഇത് കേട്ടങ്ങ് പരിഭ്രമിച്ചാലോ? ലോകത്തിലെല്ലാ പെൺപിള്ളേരും പറയുന്ന വാചകം അവളും പറഞ്ഞു എന്നേ ഉള്ളൂ. ആട്ടെ, എന്റെ അമ്മാവൻ വിവാഹാലോചനയുമായി നിന്റെ വീട്ടിൽ വന്നപ്പോ അന്ന് നീ പറഞ്ഞതും ഇതേ വാചകം തന്നെയാ. എന്നിട്ട് നിശ്ചിത സമയത്ത് നമ്മുടെ വിവാഹം നടന്നില്ലേ? നന്ദിനി ചേച്ചി, നന്ദിനി ചേച്ചി ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഇതാ ഉണക്കണോ? നന്ദിനി ചേച്ചി പുസ്തകം മാറാൻ തന്നിരുന്നു. ഇന്ന് വായനശാല ഒഴിവാ. പോ. നിങ്ങൾക്ക് ആ ചെറുക്കനോട് ഇത്ര വിരോധം എന്താ? അവിടെ ഏതിന്റെ വായനശാലയിലെ പുസ്തകം മുഴുവൻ ഇവിടെ കൊണ്ട് തട്ടാവുന്ന ഏറ്റ പോലെ. നിനക്ക് ഈ അക്ഷരങ്ങളോട് ഇത്ര വിരോധം എന്താ? ആർക്കും വേണ്ടാത്ത ജൂഡ്. നല്ല പരമരസ്യം പുസ്തകം നീ വായിച്ചിട്ടുണ്ടോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഊണ് വെച്ചിട്ട് എണീച്ചാട്ടെ.